സ്വന്തം ചോരയ്ക്ക് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് വരെ നമുക്കിത് 2 കോളം പേജിന്റെ വാർത്ത. മാധ്യമങ്ങൾക്ക് ഒരു നേരത്തെ അന്തിച്ചർച്ച, ഏറിയാൽ ഒരു #, ക്യാമ്പയിൻ. ലോകത്തിന്നേ വരെ ഒരു സദാചാരക്കാരന് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ തടയാൻ സാധിച്ചു. ചേട്ടാ വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ 2026 തുടങ്ങിയല്ലോ. അപ്പം നമ്മുടെ സമൂഹത്തില് എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേറ്റ് ആയിട്ട് പറയാനുണ്ടോ? സമൂഹത്തോട് ഞാനെന്ത് പറയാനാ? സമൂഹത്തോട് പറയാനുള്ളതൊക്കെ ആൾറെഡി ഒരുപാട് മഹാരഥന്മാർ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മള് സമൂഹം ഇനി അത് അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് അത് അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളെ പോലുള്ള ഓൺലൈൻ മീഡിയാസ് ഉൾപ്പെടുന്ന മീഡിയയോടാണ്. കാരണം ഈ മീഡിയ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഓൺലൈൻ മീഡിയ മാത്രമല്ല, മെയിൻ സ്ട്രീം മീഡിയ, ന്യൂസ് ചാനൽസ് ഉൾപ്പെടെയുള്ളവരോടാണ്. കാരണം മീഡിയ ഇസ് കൺസിഡേർഡ് ആസ് ദ 4th pillar ഓഫ് ഡെമോക്രസി എന്നാണല്ലോ. അപ്പോൾ മീഡിയ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നേരത്തേക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ മീഡിയസിൽ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയസ് ഉൾപ്പെടെ അങ്ങനെ റെസ്പോൺസിബിൾ ആവുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു അഡ്വൈസ് പറയാനുണ്ടെങ്കിൽ അത് മീഡിയയോടാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ആക്ടർ ജയസൂര്യ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജസിലൂടെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറിച്ച് വാസ്തവ വിരുദ്ധമായ ചില കാര്യങ്ങൾ ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയാസ്, അതായത് മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസ് പുറത്തു വിടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് അതിജീവിതയുടെ കേസിന്റെ വിധി വന്ന സമയത്തോ കഴിഞ്ഞ മാസം ഡിസംബറിൽ അങ്ങനെ ഒരു വിധി വന്നപ്പോൾ എല്ലാ ന്യൂസ് ചാനലുകളും ഈ പറയുന്നത് പോലെ കോടതി വെറുതെ വിട്ടാലും 8-ാം പ്രതിയെ ഞങ്ങൾ വെറുതെ വിടില്ല, അതിജീവിതയ്ക്കൊപ്പം ഞങ്ങളാണ്, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നൊക്കെ പറയുന്ന ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ സൃഷ്ടിക്കുകയും, എന്നാൽ അവര് ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ നീതി ഇതുവരെ അതിജീവിതയ്ക്ക് ലഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് ഒരു ചാനലുകൾ അത് സംസാരിക്കുന്നില്ല. കാരണം ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കാണാൻ ആളുണ്ടാവില്ല. നമ്മളിന്ന് സംസാരിക്കുന്ന ഈ മൊമെന്റിൽ ന്യൂസ് ചാനൽ മാറ്റാതെ അല്ലെങ്കിൽ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒരാൾ കാണണമെങ്കിൽ ഇന്നത്തെ റെലവെന്റ് ആയിട്ടുള്ളൊരു കോണ്ടന്റിനെ കുറിച്ച് സംസാരിക്കണം. അപ്പോൾ ഈ കോണ്ടന്റ് മാറുന്ന അനുസരിച്ച് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി മാറി ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒന്നാവരുത് മീഡിയ. കാരണം ഇപ്പൊ അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ന്യൂസ് ചാനൽ ആയിക്കോട്ടെ, നിങ്ങളെ പോലുള്ള ഓൺലൈൻ മീഡിയസ് ആയിക്കോട്ടെ, കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവുക. പ്ലീസ് ബി മോർ റെസ്പോൺസിബിൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ അതിജീവിതയെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടില് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നും സ്ത്രീകൾ സുരക്ഷിതരാണോ? അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ അല്ലെങ്കിൽ ഈ 2026-ലും നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് ഒരു 3-4 വർഷം മുമ്പ് റിലീസായ ഒരു മലയാളം ഷോർട്ട് ഫിലിം ഉണ്ട്, അവൾ ഇരയാക്കപ്പെട്ടോളം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിമിന്റെ ക്ലൈമാക്സിൽ പറയുന്ന ഒരു വോയിസ് ഓവർ, അതാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി. ആ വോയിസ് ഓവർ ഇങ്ങനെയാണ്: അവൾ ഇരയാക്കപ്പെട്ടവൾ. സ്വന്തം ചോരയ്ക്ക് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് വരെ നമുക്കിത് 2 കോളം പേജിന്റെ വാർത്ത. മാധ്യമങ്ങൾക്ക് ഒരു നേരത്തെ അന്തിച്ചർച്ച, ഏറിയാൽ ഒരു #, ക്യാമ്പയിൻ. ലോകത്തിന്നേ വരെ ഒരു സദാചാരക്കാരന് സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ തടയാൻ സാധിച്ചിട്ടില്ല. എന്തിനേറെ നമ്മുടെ നീതിപീഠത്തിന് പോലും അവൾക്കോ അവളുടെ കുടുംബത്തിനോ വേണ്ട നീതി നൽകാൻ സാധിച്ചിട്ടുണ്ടോ? ഉൾഭയമില്ലാതെ നമ്മുടെ തെരുവുകളിലൂടെ അവൾക്ക് എന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നുവോ അന്നേ യഥാർത്ഥ നവോത്ഥാനം പൂർത്തിയാകും. മാറ്റണം. സോ ആ മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മളാണ്, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, please be responsible and you guys need to be more responsible. Okay, you have told that we needed to contribute good to the society. Sorry? No, you just mentioned now for a change in the society, we the media needed to contribute good to the society. Yes. Could you please tell me, being a responsible citizen this society, what you have been contributed? Well, actually I'm an entrepreneur. Last year I have introduced a website called Llama Agri. The website name is Llama Agri, and the concept is the digital version of our local market. The main aim of Llama Agri is to reduce the impact of middlemen in the economy, especially in farming. If we take the current scenario, considering the current market price of our farm products, agricultural products, only the 1/3 of the market price is getting in the hands of farmers. The rest of the 75% is taken by the middleman, and I think that's not fair. And for every manufacturer in this world has their own right to fix the price for their products. If there is any particular category who doesn't have that right, that is farmers, especially Indian farmers. Reducing the GST on fertilizers, tractors, or any irrigation products doesn't solve the real problem. It's just like these reductions are just like putting a bandage on a bullet wound. It won't save the life, it won't heal the wound, it will just cover the wound. Okay, so these reductions will help those farmers to do more production
And those who are waiting to step into farming, yes, these reductions will help them to do production and start production. But the real problem, the real question arises after the production. Are our farmers are getting enough revenue or enough profit for their hard work? I will say no. And to help the farmers to get them gain more profit or revenue, I strongly believe that the reduction of the reducing the impact of the middleman in the farming is the only way, considering the current scenario. So that's why I have introduced Llama Agri. Even Llama Agri itself cannot be considered as a middleman, because for listing a product in a Llama Agri, it only costs ₹10, and if you choose a subscription plan, it will cost ₹5. And I don't think that no middleman will take this 10 or ₹5 concept and they will sell your products. And Llama Agri help the buyers and sellers to directly connect themselves, and there is no commissions for the product that you are selling or you are buying. That's completely no commission platform is Llama Agri. And yes, Llama Agri is not limited to farmers, but also Llama Agri creates an opportunity for those who are doing business. If you are doing a business, of course you can list your products in Llama Agri with the ₹10 or ₹5, and the middleman concept, the no middleman concept is of course there. But the best highlighted part is there is an option in Llama Agri for business people, that they can create their own business profile page, and the seller business profile page or seller profile page will exactly work as a website of your own, and it will showcase your about, your bio, your contact, your product images, your products, everything. So it won't cost any extra. As I mentioned, the same amount will be cost for this seller profile page, and you can share that page with your clients or your customers, whoever it is. And yes, so being a responsible citizen, I have contributed Llama Agri to the society, and I think that's a starting, and I need to do more contribution to the society, and I will. And the same way, I am hoping you guys to do be more responsible and do more contribution to the society. Okay. Okay. Thank you.